ദുബായ് ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ തുടരുകയാണ്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ പവലിയൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വസ്ത്രവൈവിധ്യങ്ങളാലും തുകൽ ഉൽപ്പന്നങ്ങളാലും വളരെ പ്രശസ്തമാണ് പാകിസ്ഥാൻ്റെ ഈ പവലിയൻ. പാകിസ്ഥാന്റെ അഗാധമായ ചരിത്രത്തെയും സാംസ്കാരിക പൈതൃകത്തെയും അനുസ്മരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് ഗ്ലോബൽ വില്ലേജിലെ പാകിസ്ഥാൻ പവലിയൻ. ബാദ്ഷാഹി മസ്ജിദ്, സിഖ് നേതാവ് രഞ്ജിത് സിംഗിന്റെ ശവകുടീരം എന്നിങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ചിലത് പാകിസ്ഥാൻ പവലിയനെ ജീവസുറ്റതാക്കുന്നു. ഈ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ നിറഞ്ഞ് പാക് കവാടത്തിനകത്തു കടന്നാൽ പിന്നെ പരമ്പരാഗത ഷോപ്പിംഗ് അനുഭവങ്ങളാണ് ആസ്വദിക്കാൻ കഴിയുക. വസ്ത്രവൈവിധ്യങ്ങളാണ് പാകിസ്ഥാൻ പവലിയനെ വ്യത്യസ്തമാക്കുന്നത്. ടെക്സ്റ്റൈലാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നിർമ്മാണ വ്യവസായം. ഏകദേശം 25 ദശലക്ഷം ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഏഷ്യയിലെ ടെക്സ്റ്റൈൽ ചരക്കുകളുടെ കയറ്റുമതിയിൽ 8ാമത്തെ വലിയ രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. തുണി വ്യവസായ മേഖല പാകിസ്ഥാന്റെ GDPയിൽ 8.5% സംഭാവന ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ പവലിയനിലെത്തിയാൽ തുണിത്തരങ്ങളുടെ വലിയ ശേഖരമാണ്. കമ്പിളി വസ്ത്രങ്ങളും ഒറിജിനൽ തുകൽ വസ്ത്രങ്ങളുമാണ് ചെറുകടകളിൽ വിൽക്കുന്നത്. കടകൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ പറയാം. പാകിസ്ഥാന്റെ മൊത്തം തൊഴിൽ ശക്തിയുടെ 45% ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ശേഷം ഏഷ്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഈ കടകളിൽ നിന്നെല്ലാം ഇഷ്ടമുള്ളവ നമുക്ക് തിരഞ്ഞെടുക്കാം. വിലക്കുറവും ഇവിടുത്തെ പ്രത്യേകതയാണ്. വിവിധ തരത്തിലുള്ള സാരികൾ, ചുരിദാറുകൾ, ഷോളുകൾ, തുകൽ കമ്പിളി വസ്ത്രങ്ങൾ, അങ്ങനെ നിറഞ്ഞ ഒരു തെരുവാണ് ഈ പാകിസ്ഥാൻ പവലിയനുള്ളിൽ കാണുവാൻ സാധിക്കുക. ഒറിജിനൽ തുകൽ വസ്ത്രങ്ങൾ, ജാക്കറ്റുകൾ എന്നിവയെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഈ കാഴ്ചകൾ ഒന്ന് കാണേണ്ടതു തന്നെയാണ്. വിലപേശി വാങ്ങുന്നവരെയും ഇവിടെ കാണാം. തുകൽ ഉൽപ്പന്നങ്ങളുടെ നിറവാണ് ഇവിടെ. സ്ത്രീകളെയും കുട്ടികളെയും മാടി വിളിച്ചുകൊണ്ട് തിളങ്ങുന്ന വസ്ത്രങ്ങളും ഇവിടെ സുലഭമാണ്. ഇഷ്ടമുള്ള തുണിത്തരങ്ങൾ വേണ്ടത്ര നമുക്ക് മുറിച്ചെടുക്കാനും സാധിക്കും. തുണിത്തരങ്ങൾ നിവർത്തി വിരിച്ച് ഗുണനിലവാരം വിവരിച്ചാണ് ഇവർ കച്ചവടം നടത്തുന്നത്. 50 ദിർഹംസ് മുതൽ 500 ദിർഹംസും അതിനു മുകളിലുമുള്ള തുണിത്തരങ്ങളും ഇവിടെയുണ്ട്. വിലപേശിയാണ് പലപ്പോഴും വ്യാപാരം നടക്കുന്നത്. അടുക്കി വച്ചിരിക്കുന്ന ഷോളുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പാകിസ്ഥാനിൽ വിവിധ തരത്തിലുള്ള അനേകം തുണി വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പരുത്തി, റയോൺ എന്നിവയുൾപ്പെടെ മനുഷ്യനിർമ്മിതവും പ്രകൃതിദത്തവുമായ നൂലുകൾക്കും തുണിത്തരങ്ങൾക്കും പാകിസ്ഥാന് മികച്ച വിതരണ അടിത്തറയുമുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ ഈ സമൃദ്ധി പാകിസ്ഥാന് വലിയ ഒരു നേട്ടം കൂടിയാണ്. പാകിസ്ഥാൻ ലെതർ വ്യവസായം എന്നും പേരുകേട്ടതാണ്. ഒറിജിനൽ ലെതർ ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത്. വിവിധ തരത്തിലുള്ള ബാഗുകളും പേഴ്സുകളും ചെരുപ്പുകളും എല്ലാം ഇവിടെ ധാരാളമുണ്ട്. കല്ലുകളും മുത്തുകളും പതിപ്പിച്ച ചെരുപ്പുകളും ബാഗുകളും, അങ്ങനെ എന്തു വേണമെങ്കിലും ഇവിടെ തിരഞ്ഞെടുക്കാം. കണ്ടാൽ തന്നെ ഒന്ന് വാങ്ങാൻ തോന്നുന്നവ. ചെരുപ്പുകളെല്ലാം വർണ്ണവൈവിധ്യങ്ങളോടുകൂടിയവയാണ്. ഈ ലെതർ ഉൽപ്പന്നങ്ങൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഇവ ചെറിയ ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ ഒരു കേടുപാട് പോലും വരില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് വിൽപ്പന നടത്തുന്നത്. രാജ്യത്തെ തുകലുൽപ്പന്നങ്ങൾ കയറ്റുമതി വരുമാനത്തിന്റെ കാര്യത്തിൽ തുണിത്തരങ്ങൾക്ക് ശേഷം 2ാം സ്ഥാനത്താണ്. മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതിൽ വലിയ വിശ്വാസമുള്ള പാക് ജനത പശു, എരുമ, ആട് തുടങ്ങിയവയെല്ലാം അറുക്കുകയോ ബലിയർപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്.
ഇത്രയും വലിയ തോതിലുള്ള മൃഗങ്ങളെ പാകിസ്ഥാനിൽ ബലിയർപ്പിക്കുന്നതിനാൽ തന്നെ നിർമ്മാതാക്കൾക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ വൻതോതിൽ മൃഗത്തോൽ എളുപ്പത്തിൽ പാകിസ്ഥാനിൽ ലഭ്യമാണ്. മൊത്തം അസംസ്കൃത വസ്തുക്കളുടെ 60% മുതൽ 80% എന്ന രീതിയിൽ ഓരോ വർഷവും ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി മറ്റൊരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയിലേക്കാണ്. മാർബിളിലും മറ്റു കല്ലുകളിലും നിർമ്മിച്ചിരിക്കുന്ന മിഴിവാർന്ന വസ്തുക്കൾ. വീടുകൾ മോടി പിടിപ്പിക്കാൻ മുതൽ നിത്യേന ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് ഇവയെല്ലാം. എത്ര പൂർണ്ണതയോടെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. വീട്ടുപകരണങ്ങൾ മുതൽ കരകൗശല വസ്തുക്കൾ, ഗ്ലാസുകൾ, ചായക്കപ്പുകൾ, അങ്ങനെ നിരവധി വസ്തുക്കൾ. മിനുമിനുത്ത പാത്രങ്ങളും കൂജകൾ, ചെറുഭരണികൾ, ആമയും താറാവും, ആപ്പിളും മുന്തിരി തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമെല്ലാം എത്ര പൂർണ്ണതയോടെയാണ് കല്ലുകളിൽ തീർത്തിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. ആവശ്യമില്ലെങ്കിലും കണ്ടാൽ തന്നെ വാങ്ങിപ്പോകും. പാകിസ്ഥാനിലെ വിവിധ രുചികളും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ആഭരണങ്ങൾ വേണ്ടവർക്ക് അവയും സുലഭമാണ്. പാകിസ്ഥാനിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു തെരുവിലൂടെ നടക്കുന്ന അനുഭവമാണ് ഇവിടെ ഗ്ലോബൽ വില്ലേജിലെ ഈ പാകിസ്ഥാൻ പവലിയനിലെത്തിയാൽ.